നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജൂലൈ 31 വ്യാഴം 2025. വാർത്തകളിലേക്ക്. ഇന്ത്യൻ ഇറക്കുമതികൾക്ക് 25% തീരുവയും അധിക പിഴകളും ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓഗസ്റ്റ് 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ തുടർച്ചയായുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും US-മായുള്ള ദീർഘകാല വ്യാപാര തടസ്സങ്ങളുമാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ട്രംപ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ട്രംപിന്റെ ഈ തീരുമാനം കയറ്റുമതി രംഗത്ത് എതിരാളികളുടെ മേൽ മുൻതൂക്കം നേടാനുള്ള അവസരം ഇന്ത്യക്ക് നഷ്ടമായേക്കും. ആപ്പിളിന്റെ ഇന്ത്യയിലെ പുതിയ നിക്ഷേപ പദ്ധതികളെയും ഈ തീരുമാനം ബാധിച്ചേക്കും. ഇന്ത്യയുടെ GDP വളർച്ചയിൽ ഇടിവിന് വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യക്ക് മേൽ 25% അധിക തീരുവ ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് തള്ളി ഇന്ത്യ. ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി. കർഷകരുടെയും ചെറുകിട ഇടത്തരം വ്യവസായികളുടെയും ക്ഷേമത്തിനാണ് മുൻഗണനയെന്നും കേന്ദ്രം അറിയിച്ചു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പ്രത്യാഘാതം പഠിക്കുകയാണെന്നും ഇരുപക്ഷത്തിനും ഗുണകരമായ കരാറിന് ശ്രമിക്കുന്നതെന്നും കേന്ദ്രം വിശദീകരിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് 20% തിരുവയും പിഴയും ചുമത്തിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച കോൺഗ്രസ് US പ്രസിഡന്റുമായുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദത്തിന് വലിയ അർത്ഥമൊന്നുമില്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീയുടെ ജാമ്യാപേക്ഷ എതിർത്ത് ചണ്ഡീഗഡ് സർക്കാർ. ജാമ്യാപേക്ഷ സെഷൻ കോടതിയിൽ പരിഗണനയിലെത്തിയപ്പോൾ ജാമ്യം നൽകുന്ന ബജറംഗ് വാദത്തെ പ്രോസിക്യൂഷൻ അനുകൂലിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. കന്യാസ്ത്രീകളുടെ മോചന കാര്യത്തിലെ നിലപാട് അനുസരിച്ചാകും BJP ഇനിയുള്ള സമയമെന്ന് കർദിനാൾ മാർ ക്ലിമിസ് കാത്തോലിക്ക ബാവ. ഭരണഘടന അനുശാസിക്കുന്ന സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പാക്കണം. നീതി ലഭിച്ചെങ്കിൽ അരമനയിലേക്കുള്ള BJP നേതാക്കളുടെ സന്ദർശനങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടി വരുമെന്നും ക്ലിമിസ് ബാവ വ്യക്തമാക്കി. അറസ്റ്റിലായ സന്യാസിമാർ ദേശദ്രോഹികളെല്ലാം മതേതര രാഷ്ട്രത്തിലെ സഹോദരിമാരാണെന്നും കർദിനാൾ ക്ലിമിസ് ബാവ പറഞ്ഞു. ബജ്റംഗ് ദൾ പോലുള്ള സാമൂഹ്യ വിരുദ്ധരാണ് ചണ്ഡീഗഡിൽ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നതെന്നും അവരെ നിലക്കി നിർത്താൻ ഭരിക്കുന്നവർ തയ്യാറാകണമെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പാനി. ചണ്ഡീഗഡിൽ കന്യാസ്ത്രീമാരെ ജയിലിൽ അടച്ചതിനെതിരെ കണ്ണൂരിൽ കരുവഞ്ചാലിൽ കാത്തോലിക്ക കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മാർ ജോസഫ് പാമ്പാനി. കേക്കും ലഡുവുമായി തന്റെ അരമനയിൽ ആരും വന്നിട്ടില്ലെന്നും ഭരണഘടന പശുതിനുന്ന ഗതികേടിലാണ് രാജ്യമെന്നും പാമ്പാനി തുറന്നടിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്ന് ക്ലിമിസ് ബാവയുടെ പ്രതികരണം ഇന്നത്തെ സാഹചര്യത്തിലെന്ന് K. സുരേന്ദ്രൻ. അത് സ്ഥായിയായ നിലപാടായി കാണേണ്ടതില്ലെന്നും രാഷ്ട്രീയം നോക്കിയാണ് ഇവിടെ പലരും ബഹളം വയ്ക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ദുഷ്ടലാക്കാണെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു. ക്രിസ്ത്യൻ സഭകളുടെ സംയുക്ത പ്രതിഷേധത്തിൽ മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസിലിയോസ് ക്ലിമിസ് ബാവ തുറന്നടിച്ചിരുന്നു. ചണ്ഡീഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ മലയാളി കേന്ദ്രമന്ത്രിമാർ പുലർത്തുന്ന മൗനം അപകടകരവും ദുഃഖകരവുമാണെന്ന് മന്ത്രി V. ശിവൻകുട്ടി. KCBC പ്രസിഡന്റും മലങ്കര കാത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ മാർ ബെസിലിയോസ് ക്ലിമിസ് ബാവയുമായി പട്ടം ബിഷപ്പ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മന്ത്രി ഈ നിലപാട് വ്യക്തമാക്കിയത്. ചണ്ഡീഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ നിയമപരമായി മാത്രമേ ഇടപെടാനാകൂ എന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. ഹൈക്കോടതി നിർദ്ദേശമുള്ളതുകൊണ്ടാണ് ജാമ്യാപേക്ഷ NIA കോടതിക്ക് പരിഗണിക്കേണ്ടി വരുന്നതെന്നും വിഷയം ക്രൈസ്തവർ വിവേകത്തോടെ നോക്കിക്കാണണമെന്നും ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്ന കോൺഗ്രസ് നാറിയ രാഷ്ട്രമാണ് നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രിമാർക്ക് കോടതിയിൽ പോയി പറയാനാകില്ലെന്നും ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ BJP ആസൂത്രിതമായി നീക്കം നടത്തുമെന്ന് MLA സജീവ് ജോസഫ്. ബജ്റംഗ് പ്രവർത്തകരെ അടക്കം ഇളക്കിവിടുന്നതും സർക്കാരും BJPയുമാണെന്നും ഒരു വശത്ത് ജാമ്യം ഇപ്പോൾ ശരിയാക്കാമെന്ന് പറയുന്ന BJP എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വ്യക്തമാക്കണമെന്നും കോടതിയിൽ പ്രതീക്ഷയുണ്ടെന്നും ഉത്തരവിറങ്ങിയാൽ ഉടൻ മേൽക്കോടതിയെ സമീപിക്കുമെന്നും സജീവ് ജോസഫ് പറഞ്ഞു. വയനാട് പുനരധിവാസത്തെ വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ 2 തവണ താൻ അവിടെ പോയെന്നും അവിടെ ദുരന്തം നടന്നപ്പോൾ മാത്രമാണ് പരിഹാരം തേടിയെന്നും അല്ലാതെ ലീഡർഷിപ്പിന്റെ അഭാവമാണ് അവിടെ കണ്ടതെന്നും അടുത്ത പടി എന്താണെന്ന തീരുമാനം എടുത്തില്ല എന്നുമാണ് ഗവർണർ പറഞ്ഞത്. വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിച്ച 49 പേരെ കൂടി ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ദുരന്തത്തിൽ കടകളും കച്ചവടവും വാടക കെട്ടിടങ്ങളും സാധനങ്ങളും മറ്റും നഷ്ടപ്പെട്ട് വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകാനും തീരുമാനമായി. വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ അപ്പീൽ അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ സാങ്കേതികത്തിന്റെ പേരിൽ പുറത്തായ 49 പേരെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. കേരളത്തെ റെയിൽവേ ശൃംഖല വികസിപ്പിക്കാനുള്ള വിശദമായ പദ്ധതി റിപ്പോർട്ടുകൾ തയ്യാറാക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക്സഭയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിലെ എല്ലാ KSRTC ബസ്സുകളിലും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക സീറ്റ് സംവരണം ചെയ്യണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. വൈദ്യനാഥ് ഉത്തരവിട്ടു. ഇതിന് അനുസൃതമായി ഓൺലൈൻ റിസർവേഷൻ സംവിധാനത്തിൽ മാറ്റം വരുത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. സീറ്റ് സംവരണത്തിൽ ഫാസ്റ്റ് പാസഞ്ചർ, ഓർഡിനറി, സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയ തരംതിരിവുകൾ പാടില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മാതാപിതാക്കൾക്ക് ധനസഹായം നൽകാൻ
മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മിഥുന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിക്കാനാണ് തീരുമാനമായത്. KSEB നേരത്തെ 5 ലക്ഷം രൂപ നൽകിയിരുന്നു. ജനങ്ങൾക്ക് സുരക്ഷിതവും ഫലപ്രാപ്തിയുള്ളതും ഗുണനിലവാരമുള്ളതുമായ മരുന്നുകളും സൗന്ദര്യവർദ്ധന വസ്തുക്കളും ഉൽപ്പാദനത്തിന്റെ ഭാഗമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. നിയമം ലംഘിച്ചവർക്കെതിരെ ഡ്രഗ്സ് കോസ്മെറ്റിക് നിയമപ്രകാരവും വകുപ്പിന്റെ അധികാര പരിധിയിൽ വരുന്ന മറ്റ് അനുബന്ധ നിയമങ്ങൾ പ്രകാരവും നടപടികൾ സ്വീകരിച്ചു വരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നിൽ ജയിൽ വകുപ്പിൽ വൻ അഴിച്ചുപണി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജോയിന്റ് സൂപ്രണ്ടടക്കം സ്ഥലം മാറ്റി. വിവിധ ജയിലുകളിലെ 8 ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത്. ഒഴിഞ്ഞുകിടന്ന തസ്തികകളിൽ നിയമനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയത്. അടിയന്തര സഹായത്തിനായി പോലീസ് ആസ്ഥാനത്ത് ആരംഭിച്ച 112 സംവിധാനം ദുരുപയോഗം ചെയ്യുന്ന പ്രവണത കൂടുന്നതായി പോലീസ്. ഈ നമ്പറിലേക്ക് ദിനംപ്രതി നിരവധി അനാവശ്യ കോളുകൾ എത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ളവർക്ക് ഇത് തടസ്സമുണ്ടാക്കുന്നതിനാൽ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രൂക്ഷ മത്സരമായ ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നുവെന്ന് ജില്ലാ നേതൃസംഘത്തിൽ വെച്ച് പ്രതിനിധികൾ ആരോപിച്ചു. വിമർശനം കടുത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി വിട്ടുപോയെങ്കിലും പിന്നീട് തിരികെ എത്തി. സംഘടനാ പ്രവർത്തനത്തിൽ രാഹുൽ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. വിമർശനങ്ങളുടെ നേതൃത്വം അംഗീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം കോവളത്ത് വൻ ലഹരി വേട്ട. ബാംഗ്ലൂരിൽ നിന്ന് 1/2 കിലോ MDMA ഹൈബ്രിഡ് കഞ്ചാവ് കൃഷ് എന്ന ലഹരി വസ്തുവുമായി എത്തിയ 4 പേരെ സിറ്റി ഡാൻസ് ഓഫ് സംഘം പിടികൂടി. വാഹനം പരിശോധിക്കാതിരിക്കാൻ കൈക്കുഞ്ഞുങ്ങളുമായിട്ടായിരുന്നു പ്രതികളുടെ യാത്ര. പാലക്കാട് മണ്ണാർക്കാട് കോട്ടപ്പാടം കുമേഞ്ചേരിക്കുന്നിൽ വയോധിക കിണറ്റിൽ വീണ് മരിച്ചു. മലപ്പുറം അരീക്കോട് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മാലിന്യക്കുഴിയിൽ വീണ് മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കൊച്ചി തീരത്ത് MSC എൽസ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ വിഴിഞ്ഞം സീ പോർട്ടിനെയും കപ്പൽ കമ്പനിയായ MSCയെ കക്ഷിയാക്കാൻ ദേശീയ ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശം. പ്രമുഖ IT വ്യവസായിയിൽ നിന്ന് ഹണി ട്രാപ്പിലൂടെ 30 കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ജാമ്യം. വ്യവസായിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ചാവക്കാട് സ്വദേശി ശ്വേതാ ബാബുവിനും ഭർത്താവ് കൃഷ്ണരാജിനുമാണ് വ്യവസ്ഥകളോട് കൂടി കോടതി ജാമ്യം നൽകിയത്. ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്തൃമാതാവും അറസ്റ്റിൽ. കരുമാത്ര സ്വദേശിനി ഫസീലയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫസീല 2ാമത് ഗർഭിണിയായതിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നാണ് പരാതി. നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ കാന്തപുരത്തെ വീണ്ടും തള്ളി കേന്ദ്രം അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. വധശിക്ഷ റദ്ദാക്കുമെന്ന അവകാശവാദം ശരിയല്ലെന്നും ഇത്തരമൊരു കേസിൽ തെറ്റായ വിവരം പ്രചരിപ്പിക്കരുതെന്നും കേന്ദ്രം വ്യക്തമാക്കി. ധർമ്മസ്ഥലയിൽ മൃതദേഹം മറവ് ചെയ്ത് സാക്ഷികൾ വെളിപ്പെടുത്തിയ സ്ഥലത്ത് 2ാം ദിവസവും തെരച്ചിൽ പൂർത്തിയായി. 5 പോയിന്റുകളുമായി പരിശോധന നടത്തിയിട്ടും അന്വേഷണ സംഘം ഒന്നും കണ്ടെത്താനായില്ല. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഒന്നും പറയാനാകില്ലെന്നും ISD തലവൻ പ്രണവ് മൊഹന്തി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് DIG അനുച്ഛേദ് അറിയിച്ചത്. വീണ്ടും തമിഴ്നാട് സന്ദർശന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത മാസം 26-ന് അദ്ദേഹം കടലൂർ, തിരുവണ്ണാമലൈ ജില്ലകളിൽ സന്ദർശനം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. തിരുനെൽവേലി ദുരൂഹമാനക്കൊലയിൽ അന്വേഷണം CIDക്ക് വിട്ട് ഉത്തരവിറങ്ങി തമിഴ്നാട് DGP. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ കരവപ്പെട്ടയിലുണ്ടായ ട്രെയിൻ അപകടം അട്ടിമറിയെന്ന് സ്ഥിരീകരണം. റെയിൽവേ സുരക്ഷാ കമ്മീഷൻ അന്തിമ റിപ്പോർട്ട് നൽകി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. ദില്ലിയിലും ഹിമാചൽ പ്രദേശിലുമായി മഴക്കെടുതിയിൽ 5 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സിന്ധു നദിയിലെ കരാർ പുനഃപരിശോധിക്കുന്ന പരിഗണനയിലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാസ ISRO സംയുക്ത ദൗത്യം നൈസാറിന്റെ വിക്ഷേപണം വിജയം. ഇന്നലെ വൈകുന്നേരം 5:40-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്ന GSLV-F-16 റോക്കറ്റ് ഉപഗ്രഹത്തെ കൃത്യമായ ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചു. ഉപഗ്രഹം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകാൻ 90 ദിവസം എടുക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.